ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പോ എല്ലാം പറഞ്ഞു തീർത്ത സ്ഥിതിക്ക് ഇനി സത്യം പറ, എത്ര കൊടുത്തു? എന്തോന്ന്? അവാർഡിനെ എത്ര ചിക്കില് ചെലവാക്കിയെന്ന്. ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ഓ പിന്നെ, ഒരു യുവ കർഷകൻ, തനിക്ക് കൃഷിയെ കുറിച്ച് എന്തറിയാം? ഹലോ, അതെ, സത്യാണോ? ശരി ശരി, ഞാൻ വിളിക്കാം. മുത്തശ്ശി, എന്താണ് ഇത്ര സന്തോഷം? പറയട്ടെ? പറയേ ചന്ദ്രാമേ, മുത്തശ്ശി പറയടാ, ഞങ്ങൾ കൂടെ ഒന്ന് സന്തോഷിക്കട്ടെ. ഈ വർഷത്തെ യുവ കർഷകനുള്ള അവാർഡ് എനിക്കാ. ഇപ്പൊ വിളിച്ചു പറഞ്ഞതോളൂ. അതെ, യുവകർഷ നേതാവിനെ ഈ മുത്തശ്ശിയുടെ മക്കളെ എന്നേ നിന്റെ അമ്മയോടും അച്ഛനോടും ഈ സന്തോഷം ചെന്ന് പറ. ശരി അമ്മേ, ഈ വർഷത്തെ യുവ കർഷകനുള്ള അവാർഡ് എനിക്കാ. അതിന് അല്ലമ്മേ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ആ അവാർഡ് അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം. ആ ആഗ്രഹം കൊള്ളാം. ആ അവാർഡ് വാങ്ങാൻ ഏറ്റവും യോഗ്യൻ നിന്റെ അച്ഛൻ തന്നെയാണ്. നിന്നെ ഈ ഉയർച്ചയിലേക്ക് എത്തിച്ച ആളല്ലേ നിന്റെ അച്ഛൻ. യുവകർഷകൻ. സർ, ഓയ് ഡ്രൈവർ പയ്യൻ, തനിക്കെന്തോ അവാർഡൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു. ഉള്ളതാണോ? ശരിക്കത്ര വോൾട്ടേജ് ഇല്ലല്ലോ. ഞാൻ പിണങ്ങിയിരുന്നതുകൊണ്ടാണോ? അതൊന്നുമല്ല. എങ്കി അതൊക്കെ താൻ മനസ്സിന്ന് കളഞ്ഞേക്ക്. എന്നിട്ട് നല്ലോണം ഒന്ന് ചിരിച്ചേ. അപ്പോ എല്ലാം പറഞ്ഞു തീർത്ത സ്ഥിതിക്ക് ഇനി സത്യം പറ, എത്ര കൊടുത്തു? എന്തോന്ന്? അവാർഡിനെ എത്ര ചിക്കില് ചെലവാക്കിയെന്ന്. ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ഓ പിന്നെ, ഒരു യുവ കർഷകൻ,
തനിക്ക് കൃഷിയെ കുറിച്ച് എന്തറിയാം? അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. എങ്കി താനല്ലാതെ വേറെ 2 വാഴകളുടെ പേര് പറഞ്ഞേ. പറ, ചേച്ചി കേക്കട്ടെ. അങ്ങനെ ചേച്ചിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. അറിയില്ല, അത് തന്നെ. വന്ന് ഈ അവാർഡുകൾക്കൊന്നും ഒരു വിലയില്ലാണ്ടായി. വെറുതെ ഓരോരുത്തരും വാങ്ങിക്കൊണ്ട് പോവുക. എന്നിട്ട് തനിക്കെത്തണം കിട്ടി? പറ 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 പറ. ഹലോ, കളിയാക്കണ്ട. എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്റെ വീട്ടിലെ ഒരു ഷെൽഫ് നിറച്ചിരിപ്പുണ്ട്. ഈ ചാക്കടി മത്സരം ഒന്ന് കേട്ടിട്ടുണ്ടോ? കണ്ണ് കെട്ടി സുന്ദരിക്ക് പൊട്ട് തൊടാൻ അറിയോ? ഉറിയടി കേട്ടിട്ടുണ്ടോ? ചാടിക്കടിച്ചുള്ള റൊട്ടികടി മത്സരം അറിയോ? ഈ വായിൽ സ്പൂൺ വെച്ച് അതിൽ നാരങ്ങ വെച്ചിട്ട് ഓട്ട മത്സരം അറിയോ? അതെല്ലാം പോട്ടെ, 1 മിനിറ്റില് താൻ എത്ര ബലൂൺ ഊതി വീർപ്പിക്കും? കണ്ണ് തള്ളണ്ട. ഇതിനൊക്കെ ഈ ചിന്നു ചേച്ചിക്കായിരുന്നു ഫസ്റ്റ്. മോൻ കാശറിഞ്ഞ് വാങ്ങിയ ഈ അവാർഡൊക്കെ അതിന് താഴെ നിക്കൂ. അതെ, ഈ ബലൂൺ ഊതി ഉറപ്പിച്ചും ഉറി അടിച്ചു കിട്ടിയ ട്രോഫിയുടെയും കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. മണ്ണി കിടന്ന് നല്ലോണം കഷ്ടപ്പെട്ട് വിയർത്ത് കിട്ടിയ യുവ കർഷകന്റെ അവാർഡിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. എന്തായാലും കൺഗ്രാറ്റ്സ്. ആവശ്യമില്ല. തൽക്കാലം ഈ പറഞ്ഞ കൺഗ്രാറ്റ്സ് സുന്ദരിക്ക് പൊട്ടുകൂത്തിയ ആളെന്നെ വെച്ചോ. ഷെടാ, പൈസ കൊടുത്ത് വാങ്ങിയ അവാർഡാണെങ്കിലും ഒന്ന് പ്രശംസിക്കാന്ന് വിചാരിച്ചപ്പോ ഡ്രൈവർ പയ്യന് സൂഹിച്ചില്ല. ഈ കൂട്ടത്തിലോ ആ കൂട്ടത്തിലോ ആരുടെ ജീവൻ പോയാലും ശരി, എനിക്ക് മണിമാല കിട്ടണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നടക്കണം. എവിടെങ്കിലും ഒന്ന് പിഴച്ചാ തീർന്നല്ല. മണിമാല കിട്ടിക്കഴിഞ്ഞ ആ പെണ്ണിനെ ആ കിഴവനെയും കൊന്ന് പുഴയിലെറിഞ്ഞേര്. അപ്പോഴാ ഊമയോ? ആ കിഴവന്റെ ആ നരുന്ത് പെണ്ണിന്റെയും കൊലപാതകത്തിന് ആ ഊമ പെണ്ണ് ദൃക്സാക്ഷിയായ അവളെയും ജീവനോടെ വെച്ചേക്കരുത്. പക്ഷേ എല്ലാം മണിമാല എന്റെ കൈ കിട്ടിയതിനു ശേഷം മതി. ശരിയാണോ? ലക്ഷ്യം അതായിരിക്കണം മുന്നിൽ. നടക്ക്. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും മരണത്തിന് പിന്നിൽ ഞാൻ പ്രവർത്തിച്ചതേ ആ മണിമാല സ്വന്തമാക്കാനാ. തീ ആളി പടരുന്നതിനിടയിൽ ആ മണിമാല സ്വന്തമാക്കിയെങ്കിൽ അത് അവരോട് ഏറ്റവും അടുത്ത് നിന്ന് ശിവദാസനും കുടുംബമായിരിക്കും. വീടില്ല ഞാൻ ഒരെണ്ണത്തിന്.